ഓ അവരൊക്കെ വലിയ ആൾക്കാരായാലും എന്നാ ചില സമയത്തോ കൊച്ചു പിള്ളേരെക്കാളും കഷ്ടം. അമ്മൂമ്മേ കളിക്കാം. അല്ലല്ല അമ്മൂമ്മ ഒരു കാര്യം നോക്കിട്ട് വരട്ടെ. വാ അമ്മൂമ്മ കളിക്കാം. അമ്മൂമ്മ ഞാനൊരു കാര്യം നോക്കിട്ട് വരാം. അമ്മൂമ്മ ഞാൻ ഒറ്റയ്ക്കല്ലേ കളിക്കുന്ന, അമ്മൂമ്മയും കൂടെ വാ നമുക്ക് കളിക്കാം. പിന്നെ കളിക്കാൻ പറ്റിയ പ്രായമല്ലേ എന്റെ. വാ അമ്മൂമ്മ കളിക്കാം. അമ്മൂമ്മ കൊച്ചിന്റെ ഒരു കാര്യം, എനിക്ക് അടുക്കള ഒരുപാട് ജോലി കിടപ്പുണ്ട്. പറയുന്ന കേട്ടോ അമ്മൂമ്മയാ ജോലി ചെയ്യുന്നേന്നാ, കനേറ്റല്ലേ ജോലി ചെയ്യുന്നേ? ഇല്ല, ഞാൻ ഇവിടുത്തെ ഒരു ജോലിയും ചെയ്യുന്നില്ല. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ സിനിമയും കണ്ടോണ്ടിരിക്കുവാ. അമ്മൂമ്മ അതൊക്കെ വിട്, ഇത് നമുക്ക് കളിക്കാം. മക്കളെ അമ്മമ്മക്ക് ജോലിയുണ്ട് മക്കളെ. ജോലിയൊക്കെ വിട്, അമ്മൂമ്മ ഒന്ന് കളിക്കാം. വാ. എന്നാ പിന്നെ കളിക്കാം. 5 മിനിറ്റ് ഇരിക്കാം അമ്മൂമ്മ. കൊച്ചിന്റെ ഒരു കാര്യം ഇരുന്നു. ഇനി കാർ എടുത്തിട്ട് കളിക്കാം. കുഞ്ഞു കളിക്ക്. സ്പീഡിൽ പോന്നു. കളിച്ചു കളിച്ചു. ഇനി അമ്മ പോട്ടെ. അത് പറ്റത്തില്ല, ഇനി കൊറേ നേരം കളിക്കണം. അമ്മ പിടിക്കണേ. പിടിച്ചു 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 പിടിച്ചു. അമ്മ വിട്ടാൻ പോവാണ്. എല്ലാരും മാറിക്ക്. ഇപ്പൊ വണ്ടി പോവും. അമ്മമ്മ ഇതിന് സ്പീഡിൽ പോവും. കണ്ട അമ്മമ്മ പണ്ട് ഇതുപോലത്തെ കാറൊക്കെ വെച്ച് പണ്ട് കളിച്ചിട്ടുണ്ടോ? ഇതുപോലുള്ള കാറൊന്നുമില്ല, ഞങ്ങളും കാറൊക്കെ വെച്ച് കളിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഇതുപോലെ പോവാൻ പറ്റും? പിന്നെ ഇതുപോലെ ഉന്തിക്കൊണ്ട് നടക്കാൻ ആർക്കാ പറ്റാത്തെ? ഇങ്ങനല്ലേ ഞാൻ കാണിച്ചേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, അമ്മൂമ്മയും കൊച്ചുമോളും കൂടെ ആ മാവിന്റെ ചോട്ടിൽ പോയിട്ട് കാർ റേസ് അങ്ങ് നടന്നു. ലച്ചി ചേച്ചി വന്നല്ലേ, ഇനി അമ്മ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ലച്ചി ചേച്ചി വന്നില്ലല്ലോ, ലച്ചി ചേച്ചി വഴിയേറ്റി വന്നതല്ലേ. ലച്ചു ഇങ്ങോട്ട് വാ. എന്നെ കൊണ്ടു പോയാ. ഇനി അമ്മ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. എന്നാ പിന്നെ കനേണ്ടിരിക്കും, നമുക്ക് രണ്ടുപേർക്കും കൂടെ കളിക്കാം. എനിക്ക് കിച്ചണില് നിറയെ വേല ഇருக்கு പാറു. അയ്യോ നല്ല രസമായിരുന്നു. എന്നമ്മാ സിരിക്കറീങ്ക? ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. എന്ന പഴയ വിഷയങ്ങൾ? പണ്ട് ചോനറത്തലയിലെ പടിഞ്ഞാറേക്കരയിലേ, അത് ഞങ്ങൾ അക്കരച്ചേരി എന്നാ പറയാറുള്ളത്. അവിടെ ഒരു രാമനാശാരി ഉണ്ടായിരുന്നു. രാമനാശാരിയാ? രാമനാശാരി. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ കാണാൻ വീട്ടിൽ വരും. അദ്ദേഹം വീട്ടിൽ വരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്നറിയാവോ? അദ്ദേഹം അവിടെ കിടക്കുന്ന തടി അതും ഇതുമൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് വണ്ടി ഉണ്ടാക്കി തരും. വണ്ടിയാ? ആ വണ്ടി ഉരുട്ടിക്കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാ. അതൊക്കെ ഒരു കാലം. അമ്മ நீங்க அந்த வண்டி எல்லாம் உருட்டினதே நினைச்சிட்டு இருக்கீங்க. അത് പിന്നെ സ്വാഭാവികമാണല്ലോ. ചെറുപ്പം ആർക്കാരും അങ്ങനെ മറക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് കുട്ടിക്കാലം അല്ലേ മുമ്മ? സുവർണ്ണ കാലമല്ലേ. നമ്മുടെ ഒരു അമ്മാവനെ മലേഷ്യ ജോലി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ലീവിന് വരും. ലീവിന് വരുമ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരും. അക്കൂട്ടത്തിൽ കളിപ്പാട്ടങ്ങളും കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന കൂട്ടത്തിൽ
എനിക്കൊരു കൊച്ചു കാറ് ഇപ്പൊ പാറുവിന്റെ കയ്യിലിരിക്കുന്നില്ലേ ഓ. അതേപോലുള്ള ഒരു കൊച്ചു കാറ് കൊണ്ട് തന്നു. അതിങ്ങനെ പുറകോട്ട് വലിച്ചിട്ട് മുന്നോട്ട് വിടുന്നൊരു കാറ് പറഞ്ഞിട്ടങ്ങ് പോകൂടാ അത്. ഞാൻ വിശ്വസിച്ചു എന്നെ മുന്നേ മുമ്പ് അങ്ങനത്തെ കാറൊന്നും വന്നില്ലായിരുന്നു. ആര് പറഞ്ഞില്ലെന്ന്? ഇവിടൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ വരുമ്പോ കൊണ്ട തരുമായിരുന്നു. ആണോ? ആ ടെമ്പർ ചെയ്ത് വിടുന്ന കാറോ? ആ പിന്നെ എവിടെ പോയിട്ട് വരണ കാർ ഓടിച്ചോണ്ട്? ഞാൻ മുംബൈയിലും ഡൽഹിയിലും പോയിട്ടിരിക്കുക. മുംബൈയിലും ഡൽഹിയിലും. ഓ, മുംബൈ എന്ന് പറയുമ്പോ നമ്മുടെ ഈ മാവിന്റെ അവിടെ, ഡൽഹി എന്ന് പറയുമ്പോ ഊഞ്ഞാലല്ലേ? ചേട്ടാ അങ്ങനെയെങ്കിലും അവിടെ പോയെന്ന് പറഞ്ഞ് സമാധാനം കിട്ടും. മക്കള് കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോഴേ പഠിക്കാനായിട്ടോ ജോലിക്കായിട്ടോ ഒക്കെ ബോംബെയിലെ ഡൽഹിയിലെ വിദേശത്തൊക്കെ പോകാലോ. അങ്ങനെ നാടൊക്കെ ചുറ്റി കാണുക എന്ന് പറയുന്നൊരു ഭാഗ്യമല്ലയോ. അമ്മൂമ്മയുടെ ജീവിതമോ പാടത്തോ പറമ്പിലോ ഒക്കെ നടന്നിങ്ങനെ ജീവിച്ചു തീർന്നു. അമ്മമ്മേ എന്നാ പിന്നെ നമുക്ക് ബാംഗ്ലൂർ പോവാം. പാറു இந்த ஸ்பீட்ல போனா இப்ப பெங்களூர் எத்தும். അവള് ഓടിച്ച് കളിക്കട്ടെ. നീ കളിക്കണ മക്കളെ, ഇപ്പോഴല്ലേ പറ്റുമോ? കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാ കഥ പോവാ. ആ എന്താ കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യാനും ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് പ്രായത്തിലും ചെയ്യാവുന്ന കാര്യമുള്ളൂ. ആ, അതത്രേ ഉള്ളൂ. മനസ്സുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അമ്മമ്മേ ഞാൻ ഓടിച്ച് മതിയായി. അമ്മൂമ്മ ഇനി ഓടിയില്ലേ? ആ, അമ്മൂമ്മ ഓടിയത് നമുക്ക് ബാംഗ്ലൂർ വരെ പോകാനുള്ളതല്ലേ, മൈസൂർ വരെ ആയുള്ളൂ അല്ലേ മക്കളെ? ആ അത് തന്നെ. അമ്മൂമ്മ ബാക്കി ഓടിയത് തിരിച്ചു വരുമ്പോ ഫുള്ള് ഞാൻ ഓടിച്ചോളാം. അതൊക്കെ ഞാൻ ഓടിച്ചോളാം. ഇതൊക്കെ എന്തോന്ന്? അമ്മൂമ്മേ പതുക്കെ ഓടിക്കണേ. എന്തേ? മറിഞ്ഞൊന്നും വീഴരുത്. ഇല്ല, നമ്മളിങ്ങനെ വെട്ടിച്ച് തിരിച്ചൊക്കെ കൊണ്ടുപോകത്തില്ലേ? ആ, ഓ അങ്ങനല്ല. നമ്മളിങ്ങനെ പോകുമ്പോ മക്കളെ പറഞ്ഞ ഇങ്ങനെ പോകുമ്പോ നോക്കണം, ഇത് ചാടി വരും. ஸ்கிட் ஆச்சு நினைச்சேனா ക്ലാസ് ലൈൻ ആയി പോയി. വണ്ടി കയറണില്ല. വണ്ടി കയറും. വീണ വണ്ടി അങ്ങനെ കയറും. എവിടെ വണ്ടി കയറണില്ല. കാര്യമില്ല. ഓടുന്നില്ലല്ലോ. അതെ, ഓടുന്നില്ല. എഞ്ചി ഹീറ്റ് കംപ്ലൈന്റ് ആയി. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണമല്ലോ. വർക്ക്ഷോപ്പിലൊന്നും കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. ആണോ? എന്താ എന്നാ ഞാൻ ശരിയാക്കാം. കനാണ്ടേ വേണ്ട പാറുവേ, ആ ചെറിയൊരു സ്പാൻഡർ ഇടാം. എവിടെ? എന്നാ ആ പാറിന്റെ ക്രിയേറ്റിവിറ്റി. ஏய் கேசு என்னடா செய்யற நீ? പണി ചെയ്യുന്ന കണ്ടില്ലേ? കഴിഞ്ഞോ? നോക്കണോ? ആ ഇനിയിപ്പോ യാത്ര മുടക്കണ്ട. നമുക്ക് യാത്ര തുടരാം. കൊറേ സമയം ഇങ്ങനെ അങ്ങ് പോയില്ലേ? അമ്മൂമ്മ ഓടിക്ക്. ഞാൻ തന്നെ ഓടിക്കാനോ? ഓ മൂടല്. ഓക്കെ, എല്ലാരും കേറ്. சரி ചേട്ടാ ഇത് നമ്മളെ അമ്മൂമ്മയാ. അമ്മൂമ്മ Go back. Don't touch me.